അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വ്ളോഗ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ നമ്മൾ തൃശ്ശൂർ പോവുകയാണ് ഒരു ചെക്കപ്പിന് വേണ്ടി, അത് വീക്ക്ലി ചെക്കപ്പിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഏർലി മോർണിംഗ് 4:30 ആ ടൈമാകുമ്പോൾ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അങ്ങനെ നല്ലൊരു ടൈമാകുമ്പോൾ നമ്മൾ തൃശ്ശൂരെത്തി. ഇതാ സൂവിൻ്റെ ഫ്രണ്ടിലെത്തി. സൂ ആ ടൈമിൽ ഓപ്പണിംഗ് അല്ലായിരുന്നു കേട്ടോ. അത്രയും നേരത്തെ എന്തായാലും തുറക്കില്ലല്ലോ. അപ്പോൾ കണ്ടപ്പോൾ നമുക്കിങ്ങനെ കുറേ പോയ സ്ഥലമായതുകൊണ്ട് കുറേ എന്താ പറയുക കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതാണ്. അങ്ങനെ നമ്മളിതാ ഡോക്ടറെ അടുത്ത് പോയി ടോക്കൺ എടുത്ത് തന്നെ അപ്പോൾ തന്നെ ഡോക്ടറെ കാണാൻ പറ്റില്ല. അത്യാവശ്യം ടൈം എടുത്തിട്ടാണ് നമ്മൾ പിന്നെ ഡോക്ടറെ കാണാൻ അവർ ടൈം പറയും. അപ്പോൾ നമ്മൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ കയറി തൃശ്ശൂർ തന്നെ. പക്ഷേ അവിടെ കട്ട്ലറ്റ് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പോയതാണ്. അപ്പോൾ ഇത്രയും നേരത്തെ കട്ട്ലറ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി, ദോശ, പിന്നെന്താ മസാല ദോശ, നെയ് റോസ്റ്റ്, ഉഴുന്നുവടയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഞങ്ങൾ കഴിച്ചിരുന്ന റെസ്റ്റോറൻറ്റ് അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് അങ്ങനെ നമുക്ക് ടേസ്റ്റൊന്നും തോന്നിയില്ല. സാധാ ഒരു ഫുഡ് അത്രേ തോന്നിയുള്ളൂ. പിന്നെ ഫിൽറ്റർ കോഫി പോലും അത്ര ടേസ്റ്റ് ഒന്നുമില്ല. പിന്നെ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, ഓരോ സ്ഥലത്ത് ചെന്ന് പിന്നെ അവിടെ കഴിക്കാൻ പിന്നെ ഇറങ്ങി വരാൻ പറ്റില്ലല്ലോ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി. അത്യാവശ്യം ടൈം എടുത്തു. ലഞ്ചിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞ് എന്ന് തന്നെ പറയാം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ എന്ന് വിചാരിക്കും ശോഭയിലോട്ട് പോകണമെന്ന്. അപ്പോൾ കുറേ ആയി ശോഭയിലോട്ട് പോയിട്ട്. അപ്പോൾ നമ്മൾ ശോഭയിൽ കയറി അവിടെ ഫുഡ് കോർട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് ശോഭയിലോട്ട് പോകട്ടോ. അപ്പോൾ നല്ല ക്ലൈമറ്റ്. ഇപ്പോൾ ഭയങ്കര ചൂടല്ല ഇവിടെ നാട്ടിൽ, പക്ഷേ നല്ല മൂടിയിട്ടുള്ള അടിപൊളി ക്ലൈമറ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ശോഭയിലോട്ട് പോയി. അപ്പോൾ നമുക്കൊരു പ്ലാൻഡൊന്നും ഇല്ലായിരുന്നു ഫുഡ് കോർട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുക, അത്രേ നമ്മളൊരു പ്ലാൻ ചെയ്തുള്ളൂ. അപ്പോഴാണ് നമ്മുടെ കണ്ണിൽ പെട്ടത് ഷെഫ് പിള്ള റെസ്റ്റോറൻറ്റ്. ഷെഫ് പിള്ള എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഫിഷ് നിർവ്വാണം. അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ കൊടുത്തു. ആ ഉള്ളിലോട്ട് പോവാണ് നമ്മൾ. അവിടെ ബിരിയാണി, ഗീ റൈസ് അങ്ങനത്തെ സംഭവമൊന്നുമില്ല. വൈറ്റ് റൈസ് ഉണ്ട്, പിന്നെ വെള്ളയപ്പം, പൊറോട്ട, നൂലപ്പം അങ്ങനെ ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ഫിഷ് നിർവ്വാണമാണല്ലോ അവിടുത്തെ മെയിൻ. അപ്പോൾ നമ്മൾ തീരെ കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഫിഷ് നിർവ്വാണം നമ്മൾ ഓർഡറാക്കി. പിന്നെ സ്റ്റാർട്ടർ ഓർഡർ ചെയ്തു, ക്രിസ്പി ചിക്കൻ. അതൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇവിടെ അത്യാവശ്യം റേറ്റ് ഉണ്ട്, പക്ഷേ അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് ഫ്ലോപ്പായി തോന്നിയത് ഇവിടുത്തെ ബർഗറായിരുന്നു. ഒട്ടും ടേസ്റ്റ് ഇല്ലായിരുന്നു. നമുക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതങ്ങനെയിട്ട് വല്ലാതെ കഴിച്ചില്ല. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ കഴിച്ചു. ഞാൻ പറഞ്ഞാൽ ആ ക്യാഷിനനുസരിച്ച് ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഫിഷ് നിർവ്വാണമൊക്കെ നമുക്ക് ഫിഷിനേക്കാളും ഇഷ്ടമായത് ആ നിർവ്വാണയുടെ ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, കഴിക്കുന്നതോറും ചില ഐറ്റംസ് ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ്. ഫുൾ കോക്കനട്ട് മിൽക്കിൻ്റെ ഫ്ലേവറായിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നല്ല ആംബിയൻസ് ആയിരുന്നു, കിടു ലുക്കായിരുന്നു കേട്ടോ. അത് അടിപൊളി, അതൊക്കെ ഇഷ്ടമായി. ഇതാണ് ക്രിസ്പി ചിക്കൻ. ഇത് ഭയങ്കര ടേസ്റ്റ്. നമ്മൾ നോൺ സ്റ്റോപ്പായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്ന് കഴിഞ്ഞത്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ശോഭയിലോട്ട് ഉള്ളിലൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി. കുറേയൊന്നും നടന്നില്ല, കുറച്ചൊക്കെ ഭയങ്കര ക്ഷീണം. ഫുഡ് കഴിച്ചപ്പോൾ ഭയങ്കര ക്ഷീണമായിട്ട് പിന്നെ പുറത്തൊന്നും കറങ്ങില്ല. പുറത്തൊക്കെ അത്യാവശ്യം സ്പേസ് ഉണ്ടല്ലോ, പക്ഷേ ആ ടൈമിൽ കുറച്ച് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അങ്ങനെ കുറച്ച് കറങ്ങിയിട്ട് പിന്നെ ആ ഒരു ക്ലൈമറ്റിൽ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ അങ്ങനെ അത്യാവശ്യം ബില്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ബില്ലൊക്കെ വന്നിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ, ഫുഡ് നല്ല ടേസ്റ്റ് ആയിരുന്നു. കഴിക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെ അപ്പോൾ നമ്മളിതാ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.